മകനെ വരദ, ആ ബിരുദം എപ്പോഴായാലും നിനക്ക് തന്നെ. ആദ്യം ഈ മംഗല്യം നടത്താം. എപ്പോഴായാലും നിന്നെ ഞാൻ കീഴ്പ്പെടുത്തിയിരിക്കും. ഈ കാകതീയ സാമ്രാജ്യത്തിലെങ്ങും ഈ സ്തംഭത്തിൽ കയറാൻ കഴിവുള്ള ഒരു യോദ്ധാവും ഇല്ലേ? അത്ഭുതം യോദ്ധാവേ, നിന്റെ സാഹസം അസാധ്യമായതാണ്. ആരാണ് നീ? നിന്റെ ഗോത്രനാമവും ദേശനാമവും വെളിപ്പെടുത്തി നമ്മുടെ രാജബിരുദം സ്വീകരിച്ചാലും മറുപടി പറയാതിരിക്കുന്നത് രാജനിഷേധമാണ്. ജേതാവായതുകൊണ്ട് ഒരവസരം കൂടി നൽകുന്നു. പറയൂ, നീ ആരാണ്? പ്രകടനം കാണുമ്പോൾ എന്നും നീ ആയിരിക്കും നമ്മുടെ പ്രതിയോഗി എന്ന് തോന്നുകയാണ് ഗന്നാറെഡ്ഡി. ഗോനഗന്നാറെഡ്ഡി, അവന്റെ പിതാവ് എന്റെ ജ്യേഷ്ഠൻ ഗോനപുത്രരാജനെ പോലെ ഈ ഗോനഗന്നാറെഡ്ഡി കാകതീയത്തെ അനുകൂലിക്കുമെന്ന് കരുതി. എന്നാൽ അവൻ എതിർക്കാനാണ് വന്നിരിക്കുന്നത് രാജൻ. ഇപ്പോൾ സാമന്ത രാജാക്കന്മാരുടെ ഖജനാവ് കൊള്ളയടിക്കുകയും അവരെ വധിക്കുകയും ചെയ്യുന്നു. അതെ, ഗോനഗന്നാറെഡ്ഡി. എന്നെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടേ ഉണ്ടാകൂ. കാരണം എന്നെ നേരിൽ കണ്ടിട്ടുള്ളവരിൽ കുറച്ചുപേരെ ഇന്ന് ജീവനോടെ ഉള്ളൂ. കാകതീയ വിജയധ്വജ വിക്രമ ജേതാവ്. ഏയ്, മിണ്ടാതിരിയടാ.
ഈ സ്തംഭത്തിൽ കയറുക, മുറിവുണ്ടാക്കുക, മണ്ണിൽ കിടന്നുരുളുക, ഇതൊക്കെ എന്ത് മത്സരമാടാ? ഇതിപ്പോ പണ്ടാരണ്ടോ പറഞ്ഞ പോലെ ആയല്ലോ. കാട്ടില് പുലിയുടെ പാല് കറക്കുന്നവനോട് പശുവും പാല് കറന്നുകൊണ്ടിരാൻ പറയുന്ന ഒരു മത്സരമാണോ? വളച്ചു കെട്ടാതെ പറയൂ, എന്തിനാണ് വന്നത്? പറയാം. ചെറിയച്ഛൻ പുറകിൽ നിന്ന് ചതിച്ച് കൊന്നതാണ് എൻ്റെ അച്ഛനെ. അത് വിട്ടു ഞാൻ. അച്ഛനെ പോലെ കരുതിയ മഹാരാജനും അത് കണ്ടില്ലെന്ന് നടിച്ചു. അതും ഞാൻ കാര്യമാക്കിയില്ല. ജനങ്ങൾക്ക് വേണ്ടി സമരം നടത്തി എന്നെ ഒരു കൊള്ളക്കാരനായി നിങ്ങൾ മുദ്ര കുത്തി. അതും ഞാൻ സാരമില്ലെന്ന് വെക്കാം. അനീതി എന്നോടാണെങ്കിൽ ഞാനത് പൊറുക്കും. പക്ഷെ മറ്റുള്ളവരോട് അനീതി ചെയ്താൽ ഞാനത് കണ്ടു നിൽക്കില്ല. മഹാരാജന്റെ സമക്ഷത്തിൽ ഒരു പെൺകുട്ടിക്ക് താല്പര്യമില്ലാതെ രാജകീയ വിവാഹം, അത് ശരിയാണോ? എന്താടാ വരദ, എന്റെ സഹോദര? അല്ല, കുരങ്ങന്റെ കയ്യിൽ പൂമാല കൊടുത്ത പോലെ നിനക്കെന്തിനാടാ ഇങ്ങനൊരു വിവാഹം? വെറുതെ ആ സ്തംഭത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യാനോ? പണ്ടാരാണ്ടോ പറഞ്ഞ പോലെ. ഇങ്ങനെ എല്ലാം പാതിക്ക് വെച്ച് നിർത്തിയാലേ പിന്നെ നിനക്കൊരു പല്ലിക്ക് പോലും ജന്മം കൊടുക്കാൻ കഴിയില്ല. അർദ്ധവീര. അർദ്ധവീരനാണെങ്കിലും വീരൻ തന്നെയല്ലേ? എന്റെ മരുമകൻ പകുതി ജയിച്ചു, എനിക്കത് മതി. ദാമ്പത്യം പോലും പകുതിയായിരിക്കും, അത് മതിയോ? യുവരാജൻ, ഗോന ഗന്നാറെഡ്ഡിക്ക് എന്റെ മകൾ അനാമികയിൽ ഒരു നോട്ടമുണ്ട്. അതുകൊണ്ട് മുടക്കാൻ വന്നിരിക്കുക. അനാമികയിൽ മാത്രമല്ല, കാകതീയ സിംഹാസനത്തിലും അവന് നോട്ടമുണ്ട്. മതിയാക്കുന്നുണ്ടോ? ഹരിഹര ദേവരാജ. രാജാവാകേണ്ടത് രാജസന്തതികളല്ല, വീരന്മാര്. പണ്ടുള്ളവര് പറഞ്ഞിട്ടില്ലേ, രാജ്യം വീരഭോജ്യം. ഗന്നാറെഡ്ഡി. ഗോന ഗന്നാറെഡ്ഡി. അതെ അതെ, കൊള്ളത്തലവൻ ഗന്നാറെഡ്ഡി. രാജധികാരം ക്ഷമിക്കാൻ കഴിയില്ല. അത് കൊള്ളാമല്ലോ. രാജ്യം ഭരിക്കുന്നവർ ചിലതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാ. കോട്ടയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്നെ ഓരോ മതഗജത്തിന്റെയും മലർച്ച കേൾക്കണം. ഇവിടെ ഓരോ സാമന്ത രാജാക്കന്മാരും മതഗജങ്ങളാ. ജനങ്ങളെ ചവിട്ടി അരക്കിയാണ് അവര്. ആ കൊള്ളക്കാരെ നീ വിട്ടാലും ഞാൻ വിടില്ല. ഇത്രക്ക് ധിക്കാരമോ? ക്ഷമിച്ചാലും ഉള്ളു മുഴുവൻ ധിക്കാരോ. സംസാരിച്ച് ആളെ കളിയാക്കുന്നു. ജീവിതമേ ഒരു കളിയല്ലേ യുവരാജൻ? പ്രസംഗിച്ചത് മതി. പ്രസാദാദിത്യ, സൈനികരെ, അയാളെ ബന്ധിക്കൂ. മിടുക്കന്മാരെ, തെറ്റാലി കാണിച്ചെന്നെ അങ്ങ് മയക്കിക്കളഞ്ഞല്ലോ. അമ്മമ്മോ, പിള്ളേരാണെന്ന് നോക്കണ്ട, വിരട്ടി ഓടിക്കോ അവരെ. അമ്മമ്മോ, നിങ്ങളുടെ ധൈര്യം സമ്മതിച്ചു ഞാൻ. മക്കളെ, നിങ്ങളുടെ ചേട്ടനാ പറയുന്നത്, തിരിച്ചു വയ്ക്കോ. ഗോന ഗന്നാറെഡ്ഡി, നീ പറഞ്ഞതുപോലെ ഈ രാജകീയ വിവാഹത്തിൽ എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം ഈ വരദാ റെഡ്ഡി ഒരു പൂർണ്ണ യോദ്ധാവല്ല എന്ന് കരുതി എന്നെ വെറുതെ വിടുകയുമില്ല. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ വരദാ റെഡ്ഡിയെ പരാജയപ്പെടുത്തു. എങ്കിൽ ഞാൻ തന്നെ നിന്റെ കൂടെ വരാം. യുവരാജൻ, നമ്മുടെ മംഗല്യവും ഇവന്റെ മരണവും രണ്ടും ഇന്ന് തന്നെ നടന്നിരിക്കും. ഇവന്റെ പ്രാണനെടുക്കാൻ നാം കുറെ കാലമായി കാത്തിരിക്കുകയായിരുന്നു. അനാമിക, തയ്യാറായിക്കോളൂ.